എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വീഡിയോ ഇൻട്രാഡേ പർപ്പസിനാണ്. നിഫ്റ്റി ഇൻട്രാഡേ ലെവൽസ് ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ലെവൽ നിഫ്റ്റി ഓവർബോട്ട് സോണിലാണ്, കോഷൻ സോണാണ് നിഫ്റ്റി. നിങ്ങളിത് കേട്ടായിരുന്നു, ഐ തിങ്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല പ്രോഫിറ്റിലായിരിക്കും നിങ്ങൾ. നിഫ്റ്റി ഓവർബോട്ട് സോണില്ല, കോഷൻ സോണാണ്. സോ നമ്മൾ ശ്രദ്ധിക്കുക എല്ലാവരും കൂടി. ഈ ലെവൽ പൊട്ടിയാൽ 24,775 ഇത് ബ്രേക്ക് ചെയ്താൽ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ പിന്നെ നിഫ്റ്റി ബ്രേക്ക് ആകും, പിന്നെ താഴത്തെ ലെവലിലേക്ക് പോകും. നിഫ്റ്റി താഴത്തെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളത് കേട്ടിട്ടെങ്കിൽ നിങ്ങളിത് ഇന്നലത്തെ വീഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്, ഒന്ന് നോക്കിക്കോ. ഓവർ ബോട്ട് സോണിലാണ് ഇപ്പോൾ നിഫ്റ്റി, നല്ല ഒരു ഓവർ ബോട്ട് സോണിലാണ്. സോ നമ്മൾ ഇവിടുന്ന് ബി കെയർഫുൾ ആവേണ്ടതാണ്. ഇത് കെയർഫുൾ സോണാണ്. ഓവർ ബോട്ട് സോൺ എന്ന് പറഞ്ഞാൽ കെയർഫുൾ സോണാണ്. നമ്മൾ ഇവിടുന്ന് ശ്രദ്ധിക്കുക, എപ്പോൾ വേണമെങ്കിലും ഫോൾ വരാം. സോ ശരിയല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ആയില്ലോ നമ്മുടെ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ പറഞ്ഞ ലെവൽസ് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ അത്രയ്ക്ക് ക്ലിയർ ആയിട്ടാണ് ലെവൽസ് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾ എല്ലാവരും കൂടി നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഗ്രൂപ്പിലും ഷെയർ ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനെ അറിയിക്കുക. സോ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് ലെവൽസ് തരുന്ന യൂട്യൂബിൽ വളരെ റെയർ ആളുകളാണ്. സോ ഞാനും അതിനകത്ത് ഒന്നാണ്, ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല, ഞാനും ഒന്നാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കാം. സോ ഇനി മൺഡേ ഉള്ള ലെവൽസ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ക്ലോസിങ് വന്നേക്കുന്നുണ്ടല്ലോ, അത് നല്ലൊരു സപ്പോർട്ട് സോണിൽ തന്നെയാണ് ക്ലോസിങ് വന്നേക്കുന്നത്. ഈ ഒരു പോർഷൻ നേരത്തെ 24,490-95 ഏരിയ ഇവിടുന്ന് നേരത്തെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട് നിഫ്റ്റി. ഓക്കെ, നല്ലൊരു ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഇത് 24,500 ആക്കിയത്. പിന്നെ 1 അവർ ചാർട്ടിൽ നമ്മൾ പോയി, 1 അവർ ചാർട്ടിൽ ഒരു സപ്പോർട്ട് കൂടി ഞാൻ കണ്ടായിരുന്നു. നമ്മൾ 1 അവർ ചാർട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, സഡൻ ഒരു സപ്പോർട്ട് വരുന്നത്. പിന്നെ ഇത് ബ്രേക്ക് ആയാൽ ഇവിടുന്ന് ഒരു സെല്ലിംഗ് വന്നു 24,440. ഇതൊരു സപ്പോർട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഇവിടുന്ന് ഈ ഫ്രഷ് സെല്ലിംഗ് വന്നതാണ്. ഫ്രഷ് സെല്ലിംഗ് റെസിസ്റ്റൻസ്, ഫ്രഷ് സെല്ലിംഗ്, ദാറ്റ് മീൻസ് ഇപ്പോൾ അത് സപ്പോർട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ, ഇത് ഇവിടുന്ന് ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് അവിടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, കണ്ട ഇത് ഈ ഒരു പൊസിഷൻ തന്നെ. സോ അത് സപ്പോർട്ട് ഇവിടെയും എടുക്കാം, അല്ലെങ്കിൽ ഇവിടെയും എടുക്കാം. അത് നമ്മൾ നോക്കാം. മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്? മൺഡേ വലിയ കാര്യമായിട്ട് മൂവ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ, 24,440 ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ കുറച്ച് താഴത്തെ ലെവൽസ് കിട്ടും. പിന്നെ സഡൻ വേറൊരു സപ്പോർട്ട് 24,400 അടുപ്പിച്ച് കുറേ സപ്പോർട്ട്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മേജർ സപ്പോർട്ട് വരുന്നത് ഇവിടെ 24,200 ആയിരിക്കുള്ളൂ. അത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. അത് ബ്രേക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മൾ നോക്കണം. കാരണം ഇനി ലെവൽസ് കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല. കാരണം നമ്മുടെ ട്യൂസ്ഡേ ബഡ്ജറ്റ് ആയതുകൊണ്ട് ലെവൽസ് അത്രയ്ക്ക് റെസ്പെക്റ്റ് ചെയ്യില്ല. നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം ഇനി ട്രേഡ് എടുക്കാൻ. കാരണം വരുന്ന 2-3 ദിവസം നല്ലൊരു വോളറ്റൈൽ മാർക്കറ്റ് ആയിരിക്കുള്ളൂ. സോ നമ്മളത് ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും മൺഡേ ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് 24,660 ആയിരിക്കും. ഓക്കെ, 660 ആയിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത്. സോ മൺഡേ ഓപ്പണിങ്ങിലാണ് ഡിപ്പെൻഡ്. മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ് വരുന്നത്? ഇവിടുന്ന് ശരിക്കും ഓപ്പണിംഗ് ഫ്ലാറ്റ് പോസിറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ അവിടെ പോയി മുകളിലേക്ക് ഒരു ബൗൺസ് വന്നിട്ട് പിന്നെ തീർച്ച ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് അപ്പോഴാണ് സെൽ ചെയ്യേണ്ടത്. അപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും സെല്ലിങ്ങോ എന്തെങ്കിലും നോക്കിയാൽ മതി. ആണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വേണം നോക്കിയാൽ മതി. കാരണം മൺഡേ വലിയ കാര്യമായിട്ട് മൂവ് ഉണ്ടോ ഇല്ല എന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം. കാരണം എല്ലാവരും ട്യൂസ്ഡേയുടെ വെയിറ്റിംഗ് ആയിരിക്കും. ട്യൂസ്ഡേ ബഡ്ജറ്റ് ആയതുകൊണ്ട് എന്തായാലും പിന്നെ നമ്മളെല്ലാവരും കൂടി ലെവൽസ് നോക്കാം. സഡൻ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് കേട്ടോ ഇവിടെ തന്നെ 24,500 to 540 വരെ. ഇത് ഫുള്ളൊരു സപ്പോർട്ട് ഏരിയ ആണ്. സോ ഇവിടെ നിന്ന് ചിലപ്പോൾ ബൗൺസ് വരാൻ ചാൻസസ് കൂടുതൽ. ചിലപ്പോൾ ചെറിയൊരു ഫ്ലാറ്റ് ടു ചെറിയ നെഗറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൗൺസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ലെവൽ കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമൻറ്റിൽ ഞാൻ സപ്പോർട്ടൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.